ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരമില പുനരധിവാസത്തിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണം നാളെ തുടങ്ങുകയാണ്. നമുക്കൊപ്പം PMA സലാം ചേരുകയാണ്. ശ്രീ PMA സലാം, ഗുഡ് മോർണിംഗ്. അങ്ങനെ കാത്തുകാത്തിരുന്ന ദിവസം നാളെ എത്തുകയാണല്ലേ? വെരി ഗുഡ് മോർണിംഗ്. അതെ, ഞങ്ങളുടെ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിയത്. നാളെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ആരംഭിക്കുകയാണ്. 2 ദിവസമായി അവിടെ ലാൻഡ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഞങ്ങളുടെ സ്വപ്ന പദ്ധതി നാളെ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയും നാളെ ഇതേ സ്ഥലത്ത് വെച്ച് ചേരുന്നുണ്ട്. മേപ്പാടി പഞ്ചായത്തിലാണ് തൃക്കൈപ്പറ്റ വില്ലേജിൽ റോഡരികിലാണ് ഈ വീടുകൾ ഉയരുന്നത്. ഈ വീട് നിർമ്മാണം ലീഗിൻ്റേത് കുറച്ചൊന്ന് വൈകിപ്പിക്കാനായിട്ടുള്ള ചില രാഷ്ട്രീയ ശ്രമങ്ങളും നടന്നത് നമ്മൾ ഇതിനിടയിൽ കണ്ടതുമാണ് അല്ലേ? തീർച്ചയായും ഒരുപാട് കടമ്പകൾ ഞങ്ങൾക്ക് കടക്കേണ്ടി വന്നിട്ടുണ്ട്. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ, പാവങ്ങളായ മനുഷ്യർക്ക് കിട്ടുന്ന സഹായങ്ങൾ ഇല്ലാതാക്കാൻ മുസ്ലിം ലീഗാണ് നൽകുന്നത് എന്നുള്ളത് കൊണ്ട് പല ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് നിയമപരമായി തന്നെ ഞങ്ങൾക്ക് അത് നടത്താൻ സാധിച്ചു. നാളെ അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടക്കുകയാണ്. ഇത് മേപ്പാടി മുറ്റിൽ റോഡ് PWDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല സഞ്ചാര യോഗ്യമായ വാഹന സൗകര്യമുള്ള റോഡാണ്. ആ റോഡിന്റെ തൊട്ടരികിലാണ്. റോഡിൽ നിന്ന് കടക്കുന്നത് ഈ പ്രദേശത്തേക്കാണ്. അവിടെ വീടുകൾ മാത്രമല്ല, 105 വീടുകൾക്ക് പുറമെ കോമൺ പ്ലേസും മാർക്കറ്റും കുട്ടികളുടെ കളിസ്ഥലവും ഒക്കെ ഉൾക്കൊള്ളുന്ന സമുച്ചയമാണ് 11.22 ഏക്കർ ഭൂമിയിൽ ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആർക്കിടെക്ട് ടോണി ആണ് ഇതിന്റെ ആർക്കിടെക്ചറൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ നിർമ്മാൺ മുഹമ്മദ് അലിയുടെ നിർമ്മാൺ കോൺട്രാക്ടേഴ്സാണ് പ്രവർത്തനം 8 മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് ശ്രീ PMA സലാം, ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. സർക്കാർ പുതുവർഷത്തിൽ ജനുവരിയിൽ വീടുകൾ കൈമാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 105 വീടുകളുടെ ഒരു കംപ്ലീഷൻ അത് എപ്പോഴത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്? സർക്കാർ ഒരു വീടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോ ഒരു മോഡൽ വീട് നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനമാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളും ഒരുമിച്ച് പൂർത്തിയാക്കി കൈമാറണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. 8 മാസമാണ് കോൺട്രാക്ടർമാർക്ക്, ലാൻഡ് ഡെവലപ്മെന്റിന്റെ കോൺട്രാക്ടർക്കും വീട് നിർമ്മാണത്തിന്റെ കോൺട്രാക്ടർക്കും അവധി കൊടുത്തിട്ടുള്ളത്. അവർ പ്രകൃതിയായ പ്രവർത്തനം നടത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയ് മാസം 1-ാം തീയതി കയറി താമസിക്കാൻ കഴിയുമോ? അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്തായാലും ഈ ഓണക്കാലത്ത് താങ്കൾക്ക് അഡ്വാൻസ് ഓണാശംസകളും. നാളെ ഒരു നല്ല പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് കഴിയും. താങ്ക് യു ആൻഡ് സെയിം ടു യു. PMA സലാമാണ് നമുക്കൊപ്പം ചേർന്നത്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതി, അത് പുനരധിവാസ പദ്ധതി നാളെ തുടങ്ങുകയാണ്. അത് 8 മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് അവർ പറയുന്നത്. സെപ്റ്റംബർ 1-ന് തുടക്കമിടുന്നു. അങ്ങനെയാണെങ്കിൽ മെയ് മാസമാകുമ്പോഴേക്കും ആ വീടുകളിലേക്ക് ആ 105 കുടുംബങ്ങൾക്കും കയറി താമസിക്കാൻ കഴിയും.